മുതലപ്പുഴയിലെ തുടർച്ചയായ അപകടങ്ങളെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളിൽ ഏതെല്ലാം നടപ്പാക്കിയെന്നതിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ന്യൂനപക്ഷ കമ്മീഷന്റെ ഉത്തരവ്. തുറമുഖ വകുപ്പിനും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനും നിർദ്ദേശം നൽകി. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, എപ്പോഴാണ് ഈ നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത്? ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് എപ്പോഴാണ് സമർപ്പിക്കേണ്ടത്? കീർത്തന, ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ കമ്മീഷന്റെ ഒരു സിറ്റിംഗ് നടന്നിരുന്നു. ഈ സിറ്റിംഗിൽ ഈ കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ മുതലപ്പുഴയിലെ അപകടങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടാണ് നേരത്തെ തന്നെ ഈ കമ്മീഷൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഇന്ന് സമർപ്പിച്ചത്. ഇന്ന് ഏറ്റവും പ്രധാനമായും ഈ കമ്മീഷൻ വ്യക്തമാക്കിയ ഒരു കാര്യം, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങൾ, ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് നടപ്പിലാക്കിയത്, അതോടൊപ്പം ഈ അദാനിയുമായി സർക്കാർ ചേർന്ന് നടത്തിയ ചില കരാറുകളുണ്ട്, ആ കരാറിൽ ഏതൊക്കെ നടപ്പിലാക്കി തുടങ്ങിയ സംബന്ധിച്ചുള്ള വിശദമായൊരു റിപ്പോർട്ട് അടുത്ത സിറ്റിംഗിൽ സമർപ്പിക്കാനാണ് നിലവിൽ ഈ ന്യൂനപക്ഷ കമ്മീഷൻ ഉത്തരവ് നൽകിയിട്ടുള്ളത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അടുത്ത കമ്മീഷനിൽ അവതരിപ്പിക്കണം. എന്തായാലും മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ശക്തമായ നടപടികൾ തന്നെയാണ്, അല്ലെങ്കിൽ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം തന്നെയാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത സിറ്റിംഗിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കീർത്തന. ശരി, അഖിൽ ഷാ അൻസാറാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.